HS Radio. Shivagiri HS Radio. Sa sa da sa ni da pa ni da ma ga ma ga re sa. Sa sa da sa ni da pa ni da ma ga ma ga re sa. ശിവഗിരി HS റേഡിയോ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് അനന്യ സന്ദീപ്, അവിനാഷ് എസ്, അതിഥി നേഹ ഫാത്തിമ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ. ഇന്ത്യ മൂന്നാം സാമ്പത്തിക ശക്തിയാകുന്നു, പ്രധാനമന്ത്രി. മുൻ MLA M മുരളി അന്തരിച്ചു. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസ് 2 പ്രതികൾക്ക് ജാമ്യം അനുവദിച്ച് സുപ്രീം കോടതി. മണിപ്പൂരിൽ വീണ്ടും സംഘർഷം. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. ഇന്ത്യ മൂന്നാം സാമ്പത്തിക ശക്തിയാകുന്നു, പ്രധാനമന്ത്രി. ഇന്ത്യയുടെ വേഗത്തിലുള്ള പുരോഗതി രേഖപ്പെടുത്തിയ വർഷമാണ് കഴിഞ്ഞു പോയതെന്നും വികസനത്തിന്റെ അടുത്ത ഘട്ടമാണ് വരുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യസഭയിൽ വികസന ദിശ രാഷ്ട്രപതി പ്രസംഗത്തിൽ കാണിച്ചു. രാജ്യത്തിന് ഇനി പിന്നോട്ട് പോകാനാവില്ലെന്ന് മോദി പറഞ്ഞു. ഇന്ത്യ നിരന്തരം ചെറുപ്പമാവുകയാണെന്നും എല്ലാ മേഖലയിലും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുകയാണെന്നും മോദി പറഞ്ഞു. മോദിയുടെ പ്രസംഗം ആരംഭിച്ചതിന് പിന്നാലെ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി. സാമ്പത്തിക രംഗത്ത് വലിയ വികസനം കൈവരിച്ചുവെന്നും വിലക്കയറ്റം പിടിച്ചു നിർത്തിയെന്നും മോദി പറഞ്ഞു. ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാകാൻ ഇന്ത്യ കുതിക്കുകയാണ്. എല്ലാ മേഖലയിലും ഇന്ത്യ ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോവുകയാണ്. ലോകം ഇന്ത്യയുടെ പക്ഷത്തേക്കാണ്. ഇത് സന്തോഷമുള്ളൊരു കാര്യമാണ്. 9 വലിയ രാജ്യങ്ങളുമായി വ്യാപാര കരാർ ഉണ്ടാക്കി. ചിലർ സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. അവർ എന്നെങ്കിലും മറുപടി നൽകേണ്ടി വരും. പ്രതിപക്ഷ നേതാവിനെ പ്രസംഗിക്കാൻ അനുവദിക്കണമെന്നും പ്രതിപക്ഷ ശബ്ദം ഉയർത്താൻ അനുവദിക്കണമെന്നും പ്രതിപക്ഷാംഗങ്ങൾ മുദ്രാവാക്യം മുഴക്കി. 2014 കോൺഗ്രസ് ഒരുപാട് പ്രശ്നങ്ങൾ ബാക്കി വെച്ചു. അത് ശുദ്ധീകരിക്കാൻ തൻ്റെ സർക്കാരിന് ഒരുപാട് ശ്രമിക്കേണ്ടി വന്നു. മുൻ MLA M മുരളി അന്തരിച്ചു. മാവേലിക്കര മുൻ MLAയും കോൺഗ്രസ് നേതാവുമായ M മുരളി അന്തരിച്ചു. വ്യാഴാഴ്ച രാവിലെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. വൃക്ക സംബന്ധമായ അസുഖത്തിന് ചികിത്സയിലായിരുന്നു. 1991 മുതൽ 2011 വരെ തുടർച്ചയായി 20 വർഷം മാവേലിക്കര MLA ആയിരുന്നു. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസ് 2 പ്രതികൾക്ക് ജാമ്യം അനുവദിച്ച് സുപ്രീം കോടതി. ദില്ലി കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ 2 പ്രതികൾക്ക് ജാമ്യം അനുവദിച്ച് സുപ്രീം കോടതി. ജിത ഭാസ്കർ, ശ്രീലത എന്നിവർക്കാണ് കോടതി ജാമ്യം അനുവദിച്ചത്. കേസിലെ 1-ാം പ്രതിയുടെയും 3-ാം പ്രതിയുടെയും ഭാര്യമാരാണ് ഇവർ. ബാങ്ക് സെക്രട്ടറി ആയിരുന്ന TR സുനിൽകുമാറാണ് കേസിലെ 1-ാം പ്രതി. CPM ലേക്കൽ കമ്മിറ്റി അംഗവും പ്രാദേശിക നേതാവുമായിരുന്ന TR സുനിൽകുമാർ. സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ സഹകരണ കൊള്ളയാണ് കരുവന്നൂർ സഹകരണ ബാങ്കിൽ നടന്നത്. പരാതിയെ തുടർന്ന് സഹകരണ വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് വൻ തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തുവന്നത്. CPI നേതാക്കളായ ബാങ്ക് സെക്രട്ടറി അടക്കം 6 പേരെ പ്രതിയാക്കി ആദ്യം പോലീസ് കേസെടുത്തത്. തുടക്കത്തിൽ 108 കോടിയുടെ തട്ടിപ്പായിരുന്നു സഹകരണ വകുപ്പ് കണ്ടെത്തിയത്. പിന്നീട് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരുന്നു. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന കേസിൽ 31 പ്രതികളാകുന്ന ബാങ്കിന്റെ സെക്രട്ടറി ആയിരുന്ന TR സുനിൽകുമാർ, മാനേജറായിരുന്ന ബിജു കരീം, ബിജുവിന്റെ ഭാര്യ, ചീഫ് അക്കൗണ്ടന്റായിരുന്ന CK ജിൽസിന്റെ ഭാര്യ എന്നിവരാണ് ഭരണസമിതി അംഗങ്ങളല്ലാത്ത പ്രതികൾ. മറ്റു 26 പേർ 3 കാലഘട്ടങ്ങളിലെ ഭരണസമിതി അംഗങ്ങളാണ്. ഒന്നിലേറെ തവണ ഭരണസമിതി അംഗങ്ങളായിരുന്നവരുടെ മരിച്ചുപോയവരുമുണ്ട്. അതിനാലാണ് പ്രതി ചേർക്കപ്പെട്ട ഭണ്ഡമതി സംഘങ്ങളായ 26 ആയത്. മണിപ്പൂരിൽ വീണ്ടും സംഘർഷം. മണിപ്പൂരിൽ സർക്കാരിൽ കുക്കി വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർ ചേരുന്നതിനെതിരെ കുക്കി വിഭാഗത്തിൻ്റെ വിവിധ സംഘടനകൾ നടത്തിയ പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചു. റോഡുകളിൽ ടയറുകൾ തീയിട്ട് ഗതാഗതം തടഞ്ഞവർ വലിയ സംഘർഷത്തിലാണ് ശ്രമിച്ചത്. നേരത്തെ മന്ത്രിസഭാ രൂപീകരണ നടപടികളിൽ പങ്കെടുക്കരുതെന്ന് കുക്കി വിഭാഗത്തിൽ നിന്നുള്ള നിയമസഭാ അംഗങ്ങൾക്ക് ഈ സംഘടനകൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. നിരവധി കുക്കി സംഘടനകൾ സർക്കാർ രൂപീകരണത്തിൽ പങ്കാളികളാവുന്നതിനെതിരെ രംഗത്തെത്തി. കുക്കിസ് ഭൂരിപക്ഷ പ്രദേശമായ ചുരാചന്ദ്പൂരിൽ വെള്ളിയാഴ്ച രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ സമ്പൂർണ്ണ ഹർത്താൽ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ബുധനാഴ്ച BJP MLAയും മുൻ മന്ത്രിസഭയിലെ രണ്ടാമനുമായ നാം ഖേംചന്ദ് സിംഗ് മണിപ്പൂരിൻ്റെ 13ാമത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ഫെബ്രുവരി 14 രാഷ്ട്രപതി ഭരണത്തിൻ്റെ കാലാവധി അവസാനിക്കാനിരിക്കെ
ബുധനാഴ്ച രാഷ്ട്രപതി ഭരണം പിൻവലിച്ച് ഉത്തരവിറക്കി. പുതിയ മന്ത്രിസഭ അധികാരമേറ്റു. പുതിയ മന്ത്രിസഭയിൽ കുക്കി സമൂഹത്തിൽപ്പെട്ട BJP MLA നംചകിത്തൻ നാഗ പീപ്പിൾസ് ഫ്രണ്ട് MLA എൽ ദിഖോ എന്നിവരെ ഉപമുഖ്യമന്ത്രിമാരായി നിശ്ചയിച്ചിട്ടുണ്ട്. സിരാജൻപൂർ ആസ്ഥാനമായുള്ള ജോയിന്റ് ഫോറം ഓഫ് 7 ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തി. പ്രത്യേക കുക്കി ഭരണകൂടം എന്ന ആവശ്യം ഉയർത്തി പ്രതിഷേധ പരിപാടികൾക്ക് ആഹ്വാനം ചെയ്തു. കുക്കിസോ കൗൺസിൽ പുറത്തിറക്കിയ പ്രസ്താവനത്തിൽ സംഘടനയുടെ കൂട്ടായ തീരുമാനത്തിൽ അവഗണിച്ച ഏതെങ്കിലും കുക്കി MLA സർക്കാർ രൂപീകരണത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ അത് വ്യക്തിഗത തീരുമാനമായിരിക്കുമെന്ന് പറയുന്നു. റെക്കോർഡുകൾ ഭേദിച്ച് വിഴിഞ്ഞം തുറമുഖത്തിന്റെ കുതിപ്പ്. കഴിഞ്ഞ മാസം വന്നത് 62 കപ്പലുകൾ. റെക്കോർഡുകൾ ഭേദിച്ച് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ കുതിപ്പ്. ജനുവരിയിൽ 1.23 ലക്ഷം TEU കണ്ടെയ്നറുകൾ വിഴിഞ്ഞത്ത് കൈകാര്യം ചെയ്തു. ഇതുവരെയുള്ളതിൽ ഏറ്റവും ഉയർന്ന പ്രതിമാസ കണക്കാണിത്. കഴിഞ്ഞ മാസം തുറമുഖം 62 കപ്പലുകൾ കൈകാര്യം ചെയ്തു. പ്രതിമാസ കണക്കിൽ ഇതും ഏറ്റവും ഉയർന്ന എണ്ണമാണ്. മണിക്കൂറിൽ 30.12 കണ്ടെയ്നറുകൾ ഏറ്റവും ഉയർന്ന ഗ്രോസ് ക്രെയിൻ നിരക്ക് വിഴിഞ്ഞം കൈവരിച്ചു. രാജ്യാന്തര തലത്തിൽ തന്നെ GSR 30 മുകളിൽ എത്തുന്നത് മികച്ച നേട്ടമായാണ് കണക്കാക്കുന്നത്. ഒരു വർഷത്തിലേറെ വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന തുറമുഖത്തിന്റെ ഉൽപാദനക്ഷമതയിൽ കുത്തനെയുള്ള പുരോഗതിയാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കൈകാര്യം ചെയ്ത കണ്ടെയ്നറുകളുടെ എണ്ണം അടിസ്ഥാനമാക്കിയെടുത്തുള്ള ആഗോള റാങ്കിംഗ് വിഴിഞ്ഞം 83-ാം സ്ഥാനത്തേക്ക് ഉയർന്നു. TG പുരുഷോത്തമൻ ഒഡീഷ കോച്ച്. മലയാളി പരിശീലകൻ TG പുരുഷോത്തമനെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ ക്ലബ് ഒഡീഷ FC മുഖ്യ പരിശീലകനായി നിയമിച്ചു. കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെ സഹപരിശീലകനായിരുന്നു. വ്യാഴാഴ്ചയാണ് ടീം വിട്ടത്. ISL-ൽ മുഖ്യ പരിശീലക സ്ഥാനത്തെത്തുന്ന ആദ്യ മലയാളിയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് FCയിൽ നിന്ന് പരസ്പര ധാരണയോടെയാണ് വേർപിരിഞ്ഞത്. 2021-ൽ ബ്ലാസ്റ്റേഴ്സ് റിസർവ് ടീമിന്റെ മുഖ്യ പരിശീലകനായാണ് പുരുഷോത്തമൻ ബ്ലാസ്റ്റേഴ്സിനൊപ്പം ചേരുന്നത്. 2023 ജൂലൈയിലാണ് സീനിയർ ടീമിന്റെ സഹപരിശീലകനാകുന്നത്. 2024-25 സീസണിൽ ടീമിന്റെ ഇടക്കാല മുഖ്യ പരിശീലകനായിട്ടുണ്ട്. BSNL വിളിക്കുന്നു. കൈനിറയെ ശമ്പളം, മികച്ച കരിയർ. BSNL 120 സീനിയർ എക്സിക്യൂട്ടീവ് ട്രെയിനി ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ടെലികോം 95, ഫിനാൻസ് 25 വിഭാഗങ്ങളിലാണ് അവസരം. അവസാന തീയതി മാർച്ച് 7. ടെലികോം വിഭാഗത്തിലേക്ക് BE BTech യോഗ്യത വേണം. ഫിനാൻസ് വിഭാഗം CA CMA യോഗ്യതയും 21-30 വയസ്സ് പ്രായപരിമിതിയും ഉണ്ട്. കമ്പ്യൂട്ടർ പരീക്ഷ വഴിയാണ് തിരഞ്ഞെടുപ്പ്. ശമ്പളം 50,000 രൂപ വരെ. MLAക്ക് ആകാം, നിയമസഭാംഗത്തിന് പറ്റില്ല. സമൂഹ മാധ്യമത്തിൽ ചർച്ചയായി തിരുവല്ല MLA മാത്യു T തോമസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റർ. ഔദ്യോഗിക വാഹനത്തിന് മുന്നിൽ MLA എന്നെഴുതാതെ നിയമസഭാ അംഗം എന്നെഴുതിയ ബോർഡ് വെച്ചതിനെ തുടർന്ന് വാച്ച് ആൻഡ് വാർഡിന്റെ ഭാഗത്തു നിന്നുണ്ടായ അനുഭവമാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ MLA പങ്കുവച്ചിരുന്നത്. ബുധനാഴ്ചയായിരുന്നു സംഭവം. MLA ബോർഡിന് പകരം നിയമസഭാ അംഗം എന്ന ബോർഡാണ് മാത്യു T തോമസ് ഉപയോഗിച്ചിരുന്നത്. നിയമസഭയുടെ ഔദ്യോഗിക ഭാഷ സമിതിയുടെ അധ്യക്ഷനായതിനാലാണ് ഇംഗ്ലീഷിന് പകരം മലയാളത്തിൽ ബോർഡ് വെച്ചത്. എന്നാൽ വാഹനം പാർക്ക് ചെയ്യുന്നതിനിടെ MLAക്ക് മാത്രമേ വാഹനം നിയമസഭാ അങ്കണത്തിൽ പാർക്ക് ചെയ്യാൻ സാധിക്കൂവെന്ന് നിയമസഭാ അംഗത്തിന് പറ്റില്ലെന്നും വാച്ച് ആൻഡ് വാർഡ് അറിയിക്കുകയായിരുന്നു. ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ: ഞാൻ 2018 മുതൽ ഉപയോഗിക്കുന്ന കാറാണിത്. 2.25 ലക്ഷം കിലോമീറ്റർ ഓടിക്കഴിഞ്ഞു. ഇന്ന് നിയമസഭയിൽ ചെന്ന് പാർക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എന്നെ അത്ര പരിചയമില്ലാത്ത ഒരു വാച്ച് ആൻഡ് വാർഡ് ഡ്രൈവർ സീറ്റ് ഇരിക്കുകയായിരുന്നു എന്നോട് വളരെ വിനയത്തോടെ പറഞ്ഞു. ഇവിടെ MLAമാരുടെ വാഹനങ്ങൾക്ക് മാത്രമേ പാർക്കിംഗ് അനുവദിക്കൂ. നിയമസഭാ അംഗങ്ങളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റില്ലേ എന്ന എൻ്റെ ചോദ്യത്തിന് ഉടനെ മറുപടി വന്നു. MLAമാരുടെ വാഹനം മാത്രമേ പറ്റൂ. MLA എന്ന് ഇംഗ്ലീഷിൽ എഴുതിയാലേ ഒരു ഗമ ആവൂ എന്ന് പലതവണ എൻ്റെ ഡ്രൈവർ വിഷ്ണു പറഞ്ഞിട്ടുള്ളത് എത്ര ശരിയാണ് എന്ന് ഇന്ന് ബോധ്യപ്പെട്ടു. നിയമസഭയുടെ ഔദ്യോഗിക ഭാഷാ സമിതിയുടെ അധ്യക്ഷൻ കൂടിയായ ഞാൻ ഇതിങ്ങനെ പോട്ടെ എന്ന് തീരുമാനിക്കുന്നു. കുട്ടികളുടെ ആരോഗ്യത്തിനായി 104-ൽ വിളിക്കാം. അക്ഷരം ആരോഗ്യം പദ്ധതി ഇന്ന് ലോഞ്ച് ചെയ്തു. കുട്ടികളുടെ ആരോഗ്യത്തിനായി വിവരങ്ങളും പദ്ധതികളും അറിയാനായി 104 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കാവുന്നതാണ്. അക്ഷരം ആരോഗ്യം സ്കൂൾ ആരോഗ്യ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഫെബ്രുവരി 6 രാവിലെ 11 മണിക്ക് കോട്ടൺ ഹിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പദ്ധതി ലോഞ്ച് ചെയ്തു.
വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു. കുട്ടികളുടെ ആരോഗ്യത്തിനായി സംസ്ഥാനം വളരെ പ്രാധാന്യം നൽകുന്നതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. രാജ്യത്ത് ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കുള്ള സംസ്ഥാനമാണ് കേരളം. അമേരിക്കയേക്കാൾ കുറഞ്ഞ ശിശുമരണ നിരക്കാണ് കേരളത്തിനുള്ളത്. കേരളത്തിലെ ആരോഗ്യ സംവിധാനത്തിലെ മികവുകൾ ഉൾപ്പെടെ വലിയൊരു ഘടകമാണ്. കുട്ടികളുടെ ചികിത്സയ്ക്കായി നിരവധി പദ്ധതികളാണ് നിലവിലുള്ളത്. അവയെപ്പറ്റി രക്ഷകർത്താക്കൾക്ക് പല സംശയമുണ്ട്. ഇത്തരം സംശയങ്ങൾ പരിഹരിക്കാനുള്ളതിനായാണ് ഈ ആപ്പ് സംഘടിപ്പിച്ചത്. കാൽനട യാത്രക്കാർക്ക് പരാതി ഉന്നയിക്കാൻ രാജ്യമാർഗ് യാത്ര ആപ്പ്. കാൽനട യാത്രക്കാർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ സംബന്ധിച്ച പരാതികൾ സ്വീകരിക്കാൻ രാജ്യമാർഗ് യാത്ര ആപ്പിൽ കിട്ടുന്ന പരാതികൾ ഉചിതമായ നടപടിയെടുക്കുമെന്നും കാൽനട യാത്രക്കാരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കൂടുതൽ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണെന്നും ദേശീയപാത അതോറിറ്റി ഹൈക്കോടതിയിൽ അറിയിച്ചു. തുടർന്ന് കാൽനട യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജി ചീഫ് ജസ്റ്റിസ് സൗമൻ സെൻ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് തീർപ്പാക്കി. കാൽനട യാത്രക്കാർക്കായി ഇന്ത്യൻ റോഡ് കോൺഗ്രസ് നിർദ്ദേശിച്ച സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാൻ കേന്ദ്ര സംസ്ഥാന അധികൃതർക്ക് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് പ്രസാദ് സോമരാജൻ സമർപ്പിച്ച ഹർജിയാണ് കോടതി പരിഗണിച്ചത്. കാർ അപകടം, നടൻ മണിയൻ പിള്ളരാജു അറസ്റ്റിൽ. തിരുവനന്തപുരം യുവാക്കൾ സഞ്ചരിച്ച ബൈക്കിൽ കാറിടിച്ചുണ്ടായ അപകടത്തിൽ നടൻ മണിയൻ പിള്ളരാജുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി പോലീസ്. സംഭവത്തിൽ നടനെതിരെ മ്യൂസിയം പോലീസ് കേസെടുത്തിരുന്നു. അപകടകരമാകുന്ന രീതിയിൽ വാഹനം ഓടിച്ചു എന്നിങ്ങനെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. എന്നാൽ FIRൽ നടന്റെ പേര് പരാമർശിച്ചിരുന്നില്ല. അതിനിടെയാണ് സ്റ്റേഷനിൽ ഹാജരായ നടന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഉടൻ തന്നെ മണിയൻ പിള്ളരാജുവിന്റെ വൈദ്യപരിശോധന നടത്തും. അതേസമയം യുവാക്കൾ തന്റെ വാഹനത്തിൽ ഇടിക്കുകയായിരുന്നുവെന്ന് രാജു പറഞ്ഞു. താനൊരു ക്യാൻസർ രോഗിയാണ്. വാഹനം ഇടിച്ചത് അറിഞ്ഞിട്ട് നിർത്താതെ പോയത് തെറ്റ് തന്നെയാണെന്നും ശബ്ദം കേട്ട ഉടനെ പാനിക് ആയി സുഹൃത്തിനെ വിളിച്ച് വിവരം അറിയിക്കുകയുമായിരുന്നുവെന്നും രാജു മാധ്യമങ്ങളോട് പ്രദർശിച്ചു. അപകടമുണ്ടാക്കിയ കാർ ഓടിച്ച താൻ തന്നെയാണ് നടൻ മണിയൻ പിള്ളരാജു പ്രതികരിച്ചു. ഒരു ചടങ്ങ് കഴിഞ്ഞ് പുറത്തേക്ക് വരികയായിരുന്നു. ബൈക്ക് വളരെ വേഗത്തിൽ വാഹനത്തിൽ പിന്നിൽ വന്നിരിക്കുകയായിരുന്നു. ഭയം കൊണ്ടാണ് വാഹനം നിർത്താതെ പോയതെന്നും പോലീസ് സ്റ്റേഷനിലെത്തി കാര്യങ്ങൾ വിശദീകരിക്കുമെന്നും മണിയൻ പിള്ളരാജു പ്രതികരിച്ചു. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. ഇന്ത്യ 3ാം സാമ്പത്തിക ശക്തിയാകുന്നു. പ്രധാനമന്ത്രി. മുൻ MLA M മുരളി അന്തരിച്ചു. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസ് 2 പ്രതികൾക്ക് ജാമ്യം അനുവദിച്ച് സുപ്രീം കോടതി. മണിപ്പൂരിൽ വീണ്ടും സംഘർഷം. പോയ വാരത്തിലെ വിശേഷങ്ങൾ അവസാനിച്ചു. ശിവഗിരി HS റേഡിയോ കേൾക്കൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. പോയ വാരത്തിലെ വിജയികളില്ല. പോയ വാരത്തിലെ ചോദ്യവും ഉത്തരവും. അരുവിപ്പുറം പാലത്തിന് സമീപം പുല്ലമ്പാറ ഗ്രാമത്തിൽ ശാന്തവും ആത്മീയവുമായ ഊർജ്ജസ്ഥലമായ ഭൂപ്രകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രമേത്? ഉത്തരം അന്താരാഷ്ട്ര വീതാ പഠന കേന്ദ്രം. ശിവഗിരി HS റേഡിയോ ആഴ്ചയിലെ ചോദ്യം. ഏതു വർഷമാണ് TG പുരുഷോത്തമൻ ബ്ലാസ്റ്റേഴ്സ് സീനിയർ ടീമിന്റെ സഹപരിശീലകനായത്? ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. ശിവഗിരി HS റേഡിയോ.